ഓല വിദ്യാലയത്തിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അക്കൗണ്ടൻസി എന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് +1 അക്കൗണ്ടൻസി എന്നുള്ളൊരു പുതിയ കൺസെപ്റ്റ്, ഒരു കൊമേഴ്സ് എന്നുള്ളത് തന്നെ എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഫീൽഡാണ്. അതിൽ ഒരു ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് എന്ത് അക്കൗണ്ടൻസി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് +1 അതുപോലെ +2ലും ഇവിടെ പഠിക്കുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടൻസിയാണ്. എങ്ങനെയാണ്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടൻസിയാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബുക്കിൽ ഏകദേശം ഒരു 14 ചാപ്റ്റേഴ്സോളം വരുന്നുണ്ട്. 14 ചാപ്റ്റേഴ്സ് ആണ് ഈ ബുക്കിലുള്ളത്. പക്ഷെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 12 or 11 ചാപ്റ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഈ അക്കൗണ്ടൻസി എന്നുള്ള ചാപ്റ്റർക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് അക്കൗണ്ടൻസി, നിങ്ങൾക്ക് കേട്ടുപരിചയം മാത്രമുള്ള ഒരു കാര്യമാണിത് അക്കൗണ്ടിങ് അല്ലെങ്കിൽ എന്താ അക്കൗണ്ടൻസി എന്നുള്ളത്, അല്ലേ? അപ്പോൾ എന്താണ് അക്കൗണ്ടൻസി എന്നുള്ളതാണ് നമ്മൾ സിമ്പിളായിട്ട് പറയാൻ പോകുന്നത്. നിങ്ങളൊക്കെ പലരും +1 ചേരുന്ന സമയത്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന അധികം കുട്ടികൾ എന്തുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുക്കാം, അവർക്ക് മാത്സ് പഠിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഹ്യൂമാനിറ്റീസ് ആകുമ്പോൾ മാത്സ് ഇല്ല, ഫുൾ തിയറി സബ്ജക്റ്റ് അല്ലേ, അപ്പം അങ്ങനെ പഠിക്കാലോ എന്നുള്ള ഒരു എന്താ പറയുക ഉദ്ദേശത്തോടെയാണ് പലരും ഹ്യൂമാനിറ്റീസ് എടുക്കുക. കൊമേഴ്സിന് മാത്സ് ഉണ്ട് എന്നുള്ളൊരു എന്താണ് പേടി കാരണം പലരും എന്ത് ചെയ്യില്ല കൊമേഴ്സ് എടുക്കുക. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു ചെറിയ മാത്സ് ആണ്. പക്ഷെ നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള അതേ ആ മാത്സ് അല്ല എന്ത് നമ്മുടെ അക്കൗണ്ടൻസിനുള്ള ആ ഒരു മാത്സ്. കൊമേഴ്സിന്റെ മാത്സ് ആണ് ഞാൻ പറയാം അക്കൗണ്ടൻസി. കൊമേഴ്സ് എന്നുള്ള ഒരു വലിയൊരു കാര്യത്തിന്റെ മാത്സ് ആണ് എന്ത് അക്കൗണ്ടൻസി എന്നാണ് പറയാം. അപ്പൊ അക്കൗണ്ടൻസിയിൽ ചെറിയ ചെറിയ രീതിയിലുള്ള കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. അതായത് എന്തെങ്കിലും സംഖ്യകൾ തമ്മിൽ കൂട്ടാൻ, കുറക്കാൻ, ഹരിക്കാൻ, ഗുണിക്കാൻ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് അക്കൗണ്ടൻസിയിൽ വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒന്നല്ല. ഇഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഇത്രയും എന്താ പറയുക എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് അക്കൗണ്ടൻസി മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾ മറ്റുള്ള കുട്ടികളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ലക്ഷങ്ങളും കോടികളും വെച്ചിട്ട് മാത്രമാണ് എന്തെങ്കിലും അക്കൗണ്ടൻസി പഠിക്കുന്ന കുട്ടികൾ പഠിക്കാറ്. അതേപോലെ തന്നെ വെറും ലക്ഷങ്ങളുടെയും കോടികളുടെയും ചെറിയ ചെറിയൊരു താരതമ്യം അല്ലെങ്കിൽ അവർ തമ്മിൽ എന്ത് ചെയ്യാം കൂട്ടുക കുറക്കാന്നുള്ളൊരു കളിയാണ് എന്ത് അക്കൗണ്ടൻസി. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നിങ്ങളൊന്ന് അറിഞ്ഞിഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും എളുപ്പമുള്ള സബ്ജക്റ്റ് എന്തുണ്ടാവില്ല, അക്കൗണ്ടൻസി പോലെ വേറെ ഉണ്ടാവില്ല. അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോബ്ലത്തിക്കോ അല്ലെങ്കിൽ കണക്കുകൾക്കൊക്കെ നമ്മൾ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഇതിന്റെ ബേസിക് നന്നായിട്ട് പഠിക്കണം. എങ്ങനെയാണ് ബേസിക്? അക്കൗണ്ടൻസിക്ക് ഒരു ബേസിക് ഉണ്ട്. ഇപ്പൊ നമ്മൾ മാത്സ് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ എന്താണ് ആ ടേബിൾ നല്ലോണം എത്രത്തോളം നമ്മൾ ബൈഹാർട്ടായിട്ട് പഠിക്കുന്നു അത്രത്തോളം നമുക്ക് എന്താണ് ആ കാൽക്കുലേഷൻ സിമ്പിൾ ആയിട്ട് വരും. അതുപോലെ തന്നെയാണ് അക്കൗണ്ടൻസിയുടെ ബേസിക് അല്ലെ അക്കൗണ്ടൻസിയുടെ തിയറീസ് എന്ത് ചെയ്യണം, നമ്മൾ ഏറ്റവും നല്ല ബൈഹാർട്ട് ആക്കിയിട്ട് നമുക്ക് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ എന്ത് ചെയ്യാം പഠിച്ചു വെക്കാം. എന്നിട്ട് അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക ഈ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്, ഒന്നുമില്ല, ഏറ്റവും പെട്ടെന്ന് പഠിക്കാനൊക്കെ പറ്റുന്നൊരു സബ്ജക്റ്റാണ്. അപ്പം ആദ്യം എന്ത് ചെയ്യുക, അക്കൗണ്ടൻസി എന്നുള്ള ആ ഒരു സബ്ജക്റ്റിന് എല്ലാവരും ഇഷ്ടപ്പെടുക. കണക്കാണ് കുറേ ബുദ്ധിമുട്ടാണ്, ആ ഒരു മൈൻഡ് എന്ത് ചെയ്യുക ഒഴിവാക്കണം. സിമ്പിളാണ്, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് എന്ത് ചെയ്യാം ആ ഒരു തീരുമാനത്തിൽ പോവാം. അപ്പോൾ അക്കൗണ്ടൻസി എന്താണെന്നുള്ളത് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. കൊമേഴ്സിന്റെ മാത്സ് ആണ് എന്ത് അക്കൗണ്ടൻസി. നമ്മുടെ ബിസിനസ്സിലും നിങ്ങൾ അക്കൗണ്ടിങ് എന്നുള്ളൊരു ഫീൽഡ് ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ടാവും ഇല്ലേ? ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സിങ് എടുക്കാൻ വേണ്ടി കടയിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ഉണ്ടാവും ഒരു പ്രത്യേക വർക്ക് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിട്ട്. അയാൾ ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട് കുറേ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും ഇല്ലേ? ആ ഒരു പണി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പല പല ബിസിനസ് സ്ഥാപനങ്ങൾ, കമ്പനീസിൻ്റെ, ഹോസ്പിറ്റലിലെ, അങ്ങനെ നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ള വ്യത്യസ്ത തരം ബിസിനസ്സുകൾ എങ്ങനെയാണ് അവരുടെ പ്രോഫിറ്റ് ലോസ് ഒന്നും ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. പ്രോഫിറ്റ് ലോസ് ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർക്കത് മനസ്സിലാവുന്നത്. ₹1 അവർ സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും. റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ അവരവിടെ രേഖപ്പെടുത്തി വെക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അക്കൗണ്ടൻസിയിൽ പഠിക്കാൻ പോകുന്നത്. അക്കൗണ്ടൻസിയുടെ ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു ചെറിയ കൺസെപ്റ്റ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അക്കൗണ്ടൻസിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ലൂക്ക പാസിയോളിയാണ് എന്ത് അക്കൗണ്ടൻസിയുടെ ഫാദർ എന്നുള്ളത് അറിയപ്പെടുന്നത്. ലൂക്ക പാസിയോളി LUCA
PACIOLA. ലൂക്ക പാസിയോലി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്റർക്ക് കയറാം. ലൂക്ക പാസിയോലിയാണ് അക്കൗണ്ടൻസിയുടെ ഫാദർ എന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് ഓർന്ന് വെച്ച് നമുക്ക് ചിലപ്പോൾ വൺ വേർഡിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിനുള്ള അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്നുള്ള ഒരു ചാപ്റ്ററിന് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിന് എന്ത് ചെയ്യാണ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖം കൊടുക്കുക, എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾക്ക് ഇനി ഏതൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോഴും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർക്ക് കയറാം. ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു പോകാം. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം, നോട്ടും കാര്യങ്ങളായിട്ട് നമ്മൾ ആ രീതിയിലും പോകാം. അപ്പോൾ നമുക്ക് അക്കൗണ്ടൻസി നിങ്ങൾ കഴിഞ്ഞ 10ാം ക്ലാസ് വരെ ചിലപ്പോൾ കേട്ട് പരിചയം കേൾക്കാത്തതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാവും. നിർവചനങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ ഡെഫിനീഷൻസ്. പല ആൾക്കാരും എന്ത് ചെയ്യുക, അക്കൗണ്ടൻസ് മറ്റ് സബ്ജക്റ്റുകൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ അക്കൗണ്ടൻസിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾ ഇനിയിപ്പോൾ PG എടുക്കുക, ഡിഗ്രി എടുക്കുകയാണെങ്കിലും PG എടുക്കുകയാണെങ്കിലും ഒക്കെ ആവശ്യമുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താണ് ഡെഫിനീഷൻ ഉണ്ട്. അതായത് നിർവചനം. അക്കൗണ്ടിങ് എന്താണെന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിവിടെ പറയാൻ പോവാണ്. അപ്പം എന്ത് ചെയ്യാം, നേരിട്ടിട്ട് അക്കൗണ്ടൻസിയുടെ നിർവചനം പറയാം. ആ നിർവചനത്തിൽ തന്നെ ഉണ്ട് അക്കൗണ്ടൻസി എന്താണെന്നുള്ള ഫുൾ അർത്ഥങ്ങൾ. ഓക്കെ, അപ്പോൾ അക്കൗണ്ടൻസിയുടെ നിർവചനം ആരാണ് പബ്ലിഷ് ചെയ്തത് പറഞ്ഞിട്ടുള്ളത് എന്നാണെങ്കിൽ പറയാൻ പോകുന്നത്. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അക്കൗണ്ടിങ്ങിനെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിർവചനം തന്നിട്ടുള്ളത്. അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പ്രകാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. ആ രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഡെഫിനിഷൻ ചോദിക്കുന്ന സമയത്തൊക്കെ അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞിട്ട് ഈ രീതിയിലാണ് പറയണം. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. നിങ്ങൾ ലെക്ചർ എഴുതുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വൺ വേർഡിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ പബ്ലിക് അക്കൗണ്ടൻസി പറയുന്ന ആ നിർവചനം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസി, AICPA. അതിന്റെ ഷോർട്ട് ഫോം ആണ്. അവർ പറയുന്നത് എന്താ വെച്ചാൽ അത് 1941 എന്ത് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ആ ഒരു നിർവചനം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നിർവചനം എന്താണെന്ന് നോക്കാം. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിംഗ് in a significant manner and in terms of money, transactions and events which are in part of at least of a financial character and interpreting the result thereof. കേട്ടപ്പോൾ എന്തോ ഒരു വലിയ സാധനം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. സിമ്പിളാണ്, ഒന്നുമില്ല, അതിൻ്റെ മീനിങ് ആണ്. പിന്നെ പ്രത്യേക കാര്യം, അക്കൗണ്ടൻസി എന്താണ്, ബിസിനസ് പോലെ ഒന്നല്ല. എന്താണ് നമ്മൾ ഫുൾ ഇംഗ്ലീഷ് ആയിട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷിലുള്ള ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ഇത് എന്ത് ചെയ്യാം, ഇതിൽ വേണം. ഓരോ വേർഡ് പറയുമ്പോഴും അതിൻ്റെ സ്പെല്ലിങ് എന്താവും എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കാണണം. ആ രീതിയിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ആ ഡെഫിനേഷൻ പറഞ്ഞ സമയത്ത് ഇംഗ്ലീഷിലൊരു ഇതൊന്ന് പറഞ്ഞു പോയതാണ്. അപ്പം അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ പറയാം. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ കേസിൽ എന്താണ് ഈ അക്കൗണ്ടിങ് കൊണ്ടുള്ള യൂസേജ്, അവിടെ എന്താണ്, എങ്ങനെയാണ് അക്കൗണ്ടിങ് എന്നുള്ള ഒരു കാര്യം വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെയുള്ള ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത്, നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് നടത്തുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനെന്നെ ആയിക്കോട്ടെ അല്ലേ, ഞാനൊരു ബിസിനസ് നടത്തുന്നുണ്ട്. ഞാൻ എന്താണ്, എന്ത് ബിസിനസ്സാണ് പറയുക, ഒരു ടെക്സ്റ്റൈൽ ഞാൻ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റൈൽ ഞാൻ നടത്തുന്ന സമയത്ത് ഞാൻ വലിയൊരു കടക്കെ ഇട്ടിട്ട് നല്ല കുറേ പൈസക്ക് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടാണത് വിൽപ്പന നടത്താനായിട്ട് ഇരിക്കുന്നത്. ഇതെല്ലാവരും മനസ്സിലുണ്ടല്ലോ. ഞാനെന്നുള്ളത് ഇപ്പം ഞാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഓരോരുത്തരും തുടങ്ങാന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, അതിങ്ങനെ വിചാരിക്കുക. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കുറേ സാധനങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിന്, അതിന് ശേഷമാണ് എന്ത് ചെയ്യുക, നമ്മൾ അത് വിൽക്കുക. നിങ്ങളെല്ലാ കടയിലും ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരവിടെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് വിൽക്കുകയാണോ? ചില കേസിൽ അങ്ങനെ ആവും. അതായത് ഡ്രസ്സൊക്കെ അങ്ങനെ ആവും, നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്ന് അത് വരുത്തിക്കും. എന്നിട്ട് അതിന് ശേഷമാണ് എന്ത് ചെയ്യാം, അത് നമ്മൾ വിൽപ്പന നടത്താം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ,
അപ്പോൾ ആ ഡ്രസ്സിന്റെ ഷോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറേ പൈസ നമ്മൾ ചിലവാക്കി. ഒരു 1 ലക്ഷം രൂപക്ക് എന്ത് ചെയ്തു, 1 ലക്ഷം വേണ്ട, 5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു, സാധനങ്ങൾ വാങ്ങി. അതായത് കുറേ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ വാങ്ങി. അവർക്കുള്ള മെഷീൻസുകളും കമ്പ്യൂട്ടറൊക്കെ വേണ്ടി വരുമല്ലോ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ, അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ് തുടങ്ങണം. അതായത് ആ ടെക്സ്റ്റൈൽ ഷോപ്പ് ഓപ്പൺ ആയി. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ആൾക്കാർ വന്നിട്ട് സാധനങ്ങൾ വാങ്ങും. ചിലർ എന്താണ് വാങ്ങിയിട്ട് നമുക്ക് അതിനുള്ള പൈസ കിട്ടും. ചിലർ എന്ത് ചെയ്യും, കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് തിരിച്ച് നമുക്ക് തരും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ റീഫണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്യാഷ് കൊടുക്കും. ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളെ ബിസിനസ്സാണ് അല്ലേ. നമ്മളെ ബിസിനസ്സിൽ ഇപ്പോൾ എത്ര രൂപ നമുക്ക് ഒരു ദിവസം കിട്ടി, അല്ലെങ്കിൽ ഒരു വർഷം നമുക്ക് എത്ര രൂപ കിട്ടി, ഒരു മാസം നമുക്ക് എത്ര രൂപ കിട്ടി, എത്ര രൂപ നമുക്ക് ചിലവായി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയൊരു ബുക്കിലാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത് വിചാരിക്കും. അതായത് ഇപ്പോൾ സാരി ഇട്ട്, സാരി ഇപ്പോൾ 500 രൂപക്ക് സാരി, കുട്ടികളുടെ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് പൈസ, അങ്ങനെ ഓരോന്നും ഇങ്ങനെ എഴുതി വെക്കുകയാണ്. ഇതൊക്കെ എന്തിനാണ് നമ്മൾ എഴുതി വെക്കുന്നത്, നമുക്ക് ഒരു ദിവസം എത്ര ലാഭം ഉണ്ടായി, ഒരു ദിവസം എത്ര നഷ്ടം ഉണ്ടായി എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അല്ലേ. സിമ്പിളായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബിൽഡിംഗ് നിൽക്കുന്നത് ചിലപ്പോൾ റെന്റിനാവും, അതായത് വാടകയ്ക്ക് ഇട്ട സ്ഥലത്താവും. അതിനുള്ള വാടക നമ്മൾ കൊടുക്കും. അതുപോലെ കറണ്ട് ബില്ല്, അങ്ങനെ വെള്ളത്തിന്റെ ബില്ലുണ്ടെങ്കിൽ അങ്ങനെ, ഇതൊക്കെ നമ്മൾ ആ ബിസിനസ്സിൽ പേയ്മെന്റ്, അതായത് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ. ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ടും മനസ്സിലാവുന്നത് തന്നെയാണ് അല്ലെ. അപ്പോൾ നമ്മൾ സാധനങ്ങൾ വിറ്റു എല്ലാതും നമ്മളിങ്ങനെ എഴുതി വെക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ എഴുതി വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണ്, നമുക്ക് ഓരോ മാസത്തിൽ എത്രത്തോളം ചെലവ് വന്നു, ഓരോ മാസത്തിൽ എത്രത്തോളം വരുമാനമുണ്ടായി, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇതാക്കി വെച്ചു. ചിലപ്പോൾ നമ്മളെ സ്റ്റാഫ് ഉണ്ടാകുമ്പോൾ അവർക്ക് സാലറി കൊടുക്കുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ബുക്കിലായി എഴുതി വെക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് സിമ്പിളായിട്ട് എന്ത് പറയാം, അക്കൗണ്ടിങ് എന്ന് പറയാം. അത് നമ്മുടെ കൺസെപ്റ്റിലല്ലേ, കൊമേഴ്സ് സ്റ്റുഡൻസ് എന്നുള്ള കൺസെപ്റ്റിക്ക് വരുമ്പോൾ എന്താണ്, അവരത് കുറെ കള്ളി വരച്ചിട്ടും അങ്ങനെ വരച്ചിട്ടും ഇങ്ങനെ വരച്ചിട്ടും ഒക്കെ അത് കാണിക്കും, അത്രയേ ഉള്ളൂ. ആ ഒരു നിർവചനത്തിനെയാണ് ഇപ്പൊ ഞാൻ എന്ത് ചെയ്തത്, അവിടെ ഡെഫിനീഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞത്. നമുക്ക് എന്താ ഡെഫിനീഷൻ ഒന്നും കൂടെ പറയാം. ഞാൻ ഓരോ വേർഡ് പറയുമ്പോൾ അതിന്റെ മീനിങ് കൂടെ പറയാം, അപ്പം കൂടുതലായിട്ട് ക്ലിയർ. ഡൗട്ട് ഒന്നുമില്ലല്ലോ, നമ്മളൊരു ബിസിനസ് സ്ഥാപനം നടക്കുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിന് വന്നിട്ടുള്ള വരവുകളും ചിലവുകളും കാണിക്കുന്ന ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, അക്കൗണ്ടിങ് എന്ന് പറയാം. നിങ്ങളുടെ മനസ്സിലൊക്കെ ഇപ്പൊ ഞാനൊരു ബിസിനസ് നടത്തുമ്പോൾ എനിക്ക് ബിസിനസ്സിന് കിട്ടിയ പൈസ, എന്റെ ബിസിനസ്സിന് പോയ പൈസ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കാണിക്കാനുള്ള ഒരു ഐഡിയ എനിക്ക് ഏകദേശം ഉണ്ടാവും ഇല്ലേ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഡെഫിനീഷൻ നോക്കാം. അപ്പൊ ഡെഫിനീഷൻ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ആണ് എന്ത് ആ ഡെഫിനീഷൻ പറഞ്ഞിട്ടുള്ളത്. 1941 എന്ത് ചെയ്തത് ആ ഡെഫിനീഷൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിനീഷൻ പറയാം. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട്. ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കലയാണ് എന്ത് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കലയാണ്. നമ്മൾ കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിത്രം വരക്കുന്നത്, അല്ലെങ്കിൽ ഡ്രോയിങ്സ്, പെയിന്റ് ചെയ്യുന്നത്, അതൊക്കെ എന്താണ് ഓരോ ആർട്ടുകളാണ്. അതുപോലെയുള്ള ഒരു കാര്യമാണ് എന്ത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തിന്റെ ആർട്ട് എന്നാണ് ഇനി പറയാൻ പോകുന്നത്, ഏത് രീതിയിലുള്ള കലയാണ് അതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രേഖപ്പെടുത്തി വെക്കുക. നമ്മൾ പറഞ്ഞു നമ്മുടെ ബിസിനസ്സിൽ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇത്ര രൂപക്ക് ആൾ സാരി വാങ്ങി, ആ പൈസ നമ്മളവിടെ എഴുതി വെച്ചു. ആ എഴുതി വെക്കുന്നതാണ് എന്ത് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ എന്താണ് ക്ലാസിഫൈ. ക്ലാസിഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറഞ്ഞു, ചില കേസിൽ നമ്മൾ ഡ്രസ്സ് വിറ്റ പൈസ എഴുതി വെക്കും. അതേപോലെ നമ്മൾ എന്ത് കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ, അതുപോലെ തന്നെ എന്താണ് ആ ക്യാഷ് കൊണ്ട് റെക്കോർഡ് ചെയ്യും. പിന്നെ അതുപോലെ വാട്ടറിന്റെ ബില്ല് എന്തെങ്കിലും അതൊക്കെ റെക്കോർഡ് ചെയ്യും. അതൊക്കെ തന്നെ തരം തിരിച്ചിട്ട് എഴുതും. ഇതെല്ലാതും കൂടെ ഒന്നിച്ച് നമ്മൾ എഴുതി വെക്കുന്നതാണ്. എന്നിട്ട് അതിനൊക്കെ എന്താ ഡ്രസ്സ് വിറ്റപ്പോഴുള്ള പൈസ, അതായത് നമ്മൾ സ്റ്റോക്കിന്റെ സമയത്തുള്ള പൈസ, ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുള്ള പൈസ, നമുക്ക് വന്നിട്ടുള്ളത് പോയത് അത് നോക്കണ്ടേ. നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനങ്ങൾ ഏതെങ്കിലും കസ്റ്റമർ നമ്മളെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് അതിനുള്ള പൈസ തരും ഇല്ലേ. അതാണ് എന്താ പറയാ, നമ്മുടെ ബിസിനസ്സിന് വന്ന പൈസ. പോയ പൈസ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ സാധനങ്ങൾ ആദ്യം എന്ത് ചെയ്തു, വാങ്ങിച്ചു, വേറെ മറ്റൊരു സ്ഥലത്തു നിന്നാണ് സാധനങ്ങൾ വാങ്ങിച്ചു, എന്നിട്ട് അതിനെയാണ് എന്ത് ചെയ്തത്, വിൽപ്പന നടത്തിയത്. അപ്പൊ നമ്മൾ ബിസിനസ്സിൽ നിന്ന് പൈസ പോകുന്നുണ്ട്, ബിസിനസ്സിക്ക് പൈസ വരുന്നുണ്ട്. ആ രീതിയിലൊക്കെ എന്ത് ചെയ്തു
ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരം തിരിക്കുക. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യാണ്, സമ്മറൈസ് ചെയ്യും. ഇപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് ഇന്ന ആള് നമ്മളെ കടയിൽ വന്ന് വാങ്ങിയത് എന്ന് പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും. അത്രയും വലിയ കാര്യങ്ങളൊന്നും അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ വിറ്റ പൈസ വിറ്റ കാര്യങ്ങളാണ് എന്ത് ചെയ്യും, സെയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ. അതായത് സമ്മറൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയ രൂപത്തിലേക്ക് അതിനെ മാറ്റും, ചെറിയൊരു രൂപത്തിലേക്ക് അതിനെ മാറ്റും. ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ. അതായത് ഞാൻ പറഞ്ഞു ജസ്റ്റ് എഴുതി വെക്കല്ല, നമ്മളതിനെ എന്ത് ചെയ്യും, പല കോളം അതായത് പട്ടിക ഒക്കെ വരച്ചിട്ടാണ് അതിനെ രേഖപ്പെടുത്തുക. ടേബിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ് രേഖപ്പെടുത്തുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സിഗ്നിഫിക്കന്റ് മാനർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണത്തിന്റെ രൂപത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ഈ പണത്തിന്റെ രൂപത്തിൽ എന്ന് പറയുമ്പോൾ, ഒരാള് നമ്മൾ കടയിൽ വന്നിട്ട് ഒരു സാധനം വാങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് അതിൽ നിന്നുള്ളൊരു പണം കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ 500 രൂപയുടെ ഒരു സാരി നമ്മുടെ കടയിൽ വന്നിട്ട് ആള് വാങ്ങിപ്പോയെന്നുണ്ടെങ്കിൽ 500 രൂപ നമുക്ക് കിട്ടി. അത് നമുക്ക് കാണിക്കാൻ പറ്റും, സാരി 500 എന്നുള്ള രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റും. നേരെ മറിച്ച് പണത്തിന്റെ രൂപത്തിലല്ലാത്ത പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു കുറെ സ്റ്റാഫ് വെക്കുന്നുണ്ട്, വലിയ കടയാകുമ്പോൾ എന്താ സ്വാഭാവികമായിട്ടോടെ സ്റ്റാഫ് ഉണ്ടാവും. ആ സ്റ്റാഫ് ഒരു ദിവസം ഇത്ര സമയം വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ സ്റ്റാഫ് നല്ല എഡ്യൂക്കേഷണലി നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഇപ്പൊ PG ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ, PG കഴിഞ്ഞ ആൾ ഇത്ര രൂപ എന്നുള്ള രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റും? ഇല്ല. പണത്തിന്റെ രൂപത്തിൽ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ എന്ത് പാടുള്ളൂ, അക്കൗണ്ടിങ്ങിൽ ഉണ്ടാവുള്ളൂ. സെയില്, പർച്ചേസ്, നമ്മൾ എവിടേക്കെങ്കിലും യാത്ര പോയത്, അതൊക്കെ എന്താണ് നമുക്ക് പണത്തിന്റെ രൂപത്തിൽ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് മാത്രം എന്ത് ചെയ്യുള്ളൂ, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യില്ല. ഇതിനാണ് എന്ത്, ഇൻ ടേംസ് ഓഫ് മണി, പണത്തിന്റെ രൂപത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെന്താണ് പറയുന്നത്, ട്രാൻസാക്ഷൻ ആൻഡ് ഇവന്റ് വിച്ച് ആർ ഇൻ പാർട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. അതായത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽപ്പന നടത്തുന്ന ഒരു കാര്യത്തിനെ നമ്മൾ എന്താ പറയാ, ട്രാൻസാക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുക. ഓക്കെ, അപ്പോൾ ട്രാൻസാക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഒരു സാധനം ഒരാൾ വാങ്ങുക അല്ലെങ്കിൽ വിൽക്കുക, ആ ഒരു കാര്യത്തിന് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയും. ആ ഒരു കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്കൗണ്ടിങ്ങിൽ എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ എന്താണ്, ഒരു കാര്യം കൂടി ഉണ്ട്, എന്താണ്, ഫിനാൻഷ്യൽ ക്യാരക്ടറാണ്. അതായത് ധനത്തിന്റെ രൂപം, ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ധനം എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ധനത്തിന്റെ രൂപത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നതും കൂടിയാണ് എന്ത്, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത്രയും കാര്യങ്ങളും ചെയ്തു. എന്തൊക്കെയാണ് ചെയ്തത്, പണത്തിന്റെ രൂപത്തിൽ കാണിക്കാനുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാണ്, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. കുറഞ്ഞ ചുരുങ്ങിയ രൂപത്തിൽ എന്ത് ചെയ്യാണ്, ക്ലാസിഫൈ ചെയ്തിട്ട് തരം തിരിച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു കലയാണ് എന്ത്, അക്കൗണ്ടിങ്. ഇത്രേ ഉള്ളൂ. അപ്പൊ പറഞ്ഞു പോകുമ്പോൾ എന്താണ്, കുറെ ഉള്ള പോലെ തോന്നും. എന്നിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചു. അതായത് കള്ളി വരച്ചിട്ട് എല്ലാതും രേഖപ്പെടുത്തി വെച്ചു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഗവൺമെന്റിക്ക് ടാക്സ് കൊടുക്കാന്നുള്ളൊരു സാധനമുണ്ട്. ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ടി വരും. അതുപോലെ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സാലറി കൊടുക്കേണ്ടി വരും. കസ്റ്റമേഴ്സിന് എന്താണ് നല്ല പ്രൊഡക്റ്റ് എന്നുള്ളത് കാണിക്കേണ്ടി വരും. നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ആ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ നമ്മൾ ആ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള സാധനം എന്ത് ചെയ്യണം, അത് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ഒരു ബിസിനസ്സിന് ഉണ്ടായിട്ടുള്ള ലോസും പ്രോഫിറ്റും ഒക്കെ കാണിക്കാൻ അർഹതപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. നമുക്ക് പറയാം ആരൊക്കെയുള്ളത്. അവർക്ക് എന്ത് ചെയ്യണം, അതിന്റെ ആ റിസൾട്ട് നമ്മൾ കാണിക്കണം. അതിനാണ് ആ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്, ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ. അതായത് ആവശ്യക്കാർക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആ വരച്ചിട്ടുണ്ടാക്കിയ സാധനം കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇതാണ് എന്ത്, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറേ ഒക്കെ പറഞ്ഞു പോയതാണ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഒന്നുകൂടെ പറയാം. ഒന്നുമില്ല, ഒരു ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ്സിൽ ഏത് കാര്യങ്ങളെയും കൂടി ആലോചിക്കണം. എന്താണ്, പണത്തിന്റെ രൂപത്തിൽ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, എടുത്തിട്ട് ചുരുങ്ങിയ രൂപത്തിൽ തരം തിരിച്ചിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു കലയാണ് എന്ത്, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ആ ആദ്യം പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, അതും പണത്തിന്റെ രൂപത്തിൽ രേഖപ്പെടുത്തുന്നത്. പണത്തിന്റെ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ പണം കൊടുക്കുക, വാങ്ങുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ തൊഴിലാളികളുടെ ഇമോഷൻസ്, ഫീലിങ്സ്, അതൊന്നും നമുക്ക് പണത്തിന്റെ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണിക്കാൻ പറ്റില്ല. അതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അക്കൗണ്ടിങ്ങിലും എന്ത് ചെയ്യാൻ പറ്റില്ല, കാണിക്കാൻ പറ്റില്ല. അപ്പോൾ
പണത്തിന്റെ രൂപത്തിൽ കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. എങ്ങനെ നമ്മൾ മുമ്പ് പറഞ്ഞ സിസ്റ്റമാറ്റിക് മാനറിലൊക്കെ കല്ലൊക്കെ വരച്ചിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കലയാണ് എന്ത് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലായല്ലോ. ഡെഫിനേഷൻ എന്ത് ചെയ്യുക, എല്ലാവരും ബൈഹാർട്ടാക്കി പഠിക്കുക. അപ്പൊ ആദ്യം നമുക്ക് ഒന്നും കൂടി ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ചെയ്ത് പോകാം. ഇനി നമുക്ക് അതിന്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഒന്നും കൂടെ മനസ്സിലാവും. നമുക്ക് എന്ത് ചെയ്യാം, അത് ഡിസ്കസ് ചെയ്യാം.